ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു പയൽ റീഡിംഗ് ആണ്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഞാനിത് പയൽ റീഡിംഗ് ആയിട്ട് ചെയ്യാമെന്ന് വെച്ചത്. അതായത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു സെപ്പറേഷനിലാണെങ്കിൽ അവർ നിങ്ങൾക്കുള്ളതാണോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നല്ലൊരു ലൈഫ് ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പയലായിട്ട് വെച്ചിരിക്കുന്നത് കറേജ് എന്നുള്ള കാർഡാണ്. അതുപോലെ തന്നെ സെക്കൻഡ് പയലായിട്ട് വെച്ചിരിക്കുന്നത് ട്രസ്റ്റ് എന്നുള്ളൊരു കാർഡാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് കാർഡ്സിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ ചൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പേരായിരിക്കാം ഇഷ്ടപ്പെട്ടത്, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പിക്ചർ ഇമേജ് ആയിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിൽ നിന്ന് ഒരു കാർഡ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇത് തീർത്തും ഒരു കോമൺ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ ഇത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇതനുസരിച്ച് എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് മാച്ചായി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു പയൽ ചൂസ് ചെയ്തിട്ട് അതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് മാച്ചായി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെക്സ്റ്റ് പയൽ കൂടി കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വളരെ ഏകാഗ്രമായിട്ട് ഒരു കാർഡ് ചൂസ് ചെയ്യുക. ആ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയലായിട്ടുള്ള കറേജ് എന്നുള്ള കാർഡിന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു കറേജ് എന്നുള്ള കാർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് ഇത് മീൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ധൈര്യം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകാനുള്ള ആ ഒരു ഊർജം ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് നിങ്ങൾ കുറച്ച് വീക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ധൈര്യത്തോടു കൂടി തന്നെ നിങ്ങൾ ലൈഫിനെ ഫേസ് ചെയ്ത് പോകണം എന്നാണ് അങ്ങനെ അല്ലാത്തവർക്കുള്ള മറുപടി. അപ്പോൾ നമുക്കിനി മറ്റുള്ള കാർഡ്സ് എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരുപാട് അന്തരമുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒന്നില്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലീജിയൻ വൈസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബ്യൂട്ടി ഫാക്ടർ ആവാം. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും രണ്ട് പേരും രണ്ട് തട്ടിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ അടിസ്ഥാനമാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിഫോർ ആഫ്റ്റർ എന്ന് നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിന് മുൻപ് എങ്ങനെയാണോ അതേപോലെയല്ല തീർച്ചയായിട്ടും ഇപ്പോൾ. ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്, നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വന്നിട്ടുണ്ട്, മറ്റുള്ളവരെ വിശ്വസിക്കേണ്ടുന്ന രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്, നിങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ മാത്രമല്ല നിങ്ങളുടെ ടോട്ടൽ ലൈഫിൽ തന്നെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ പല ഘട്ടങ്ങളിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നിട്ട് പോലും നിങ്ങളിത് നിലനിർത്താനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ചിലപ്പോൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാവാം. ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു റിലേഷൻഷിപ്പ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളത് വളരെ കാര്യമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായി ശ്രമിച്ചിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ ഉള്ളിലുള്ള അത്രയും വിഷമം പോലും നിങ്ങൾ പുറത്ത് കാണിക്കാതെ ഇതിൻ്റെ ഒരു ഭാവിക്ക് ഒരിക്കലും ഒരു മോശം വരരുതെന്ന് വിചാരിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ ഒരു എഫേർട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ കൊണ്ടുപോയിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഭാവി ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തി തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നശിപ്പിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോയപ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഗതി മാറിപ്പോയപ്പോൾ, നിങ്ങൾ വിചാരിച്ച പോലെ അല്ലാതെ മറ്റൊരു രീതിയിലേക്ക് ഇത് സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, അതുപോലെ തന്നെ ആ ഒരു 9 ഓഫ് സോൾസിൻ്റെ എനർജി എല്ലാം നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾസ് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഉറക്കമില്ലാത്ത പല ദിവസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഇത്രത്തോളം തളർന്നു പോയിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഒരാളുടെ ലൈഫിൽ അയാൾ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറച്ച് നാളുകളായിരിക്കാം നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടാവുക.
പക്ഷേ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഓവർകം ചെയ്ത് പോരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ട്ണറിന് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ നഷ്ടം കാര്യമായിട്ട് അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് മാനസികമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് തകർന്നു പോയതും അല്ലാന്നുണ്ടെങ്കിൽ ജീവിതം മാറി മറിഞ്ഞിട്ടുള്ളതും നിങ്ങളുടേതാണ്. നിങ്ങളുടെ പാർട്ട്ണറിനെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് അധികം എഫക്റ്റ് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ തീർച്ചയായിട്ടും ഒരുപാട് ട്രാൻസിഷൻസും അല്ലാന്നുണ്ടെങ്കിൽ ലൈഫ് ചേഞ്ചിങ് മൂമെൻറ്റ്സും ഒക്കെ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ബ്രേക്കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ അവർ തന്നെ ഇറങ്ങിപ്പോയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും കൂടുതലായിട്ട് അതിൽ എഫക്റ്റ് ആവാതെ മറ്റൊരു റൂട്ടിലേക്ക് തിരിഞ്ഞതായിട്ടാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് പക്ഷേ ആ ഒരു പഴയ മെമ്മറീസ് സ്റ്റില്ലുണ്ട്. സ്റ്റിൽ നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലാണ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊന്നും കൂടി തീർച്ചയായിട്ടും ആ ഒരു കറേജിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു ഓർമ്മകളുണ്ട്, മെമ്മറീസ് ഉണ്ട്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സിനുള്ളിൽ അത് സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിജീവിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ലൈഫിനോട് പൊരുത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ബാക്കി വെച്ച് പോയ ചില സ്വപ്നങ്ങളുണ്ടാവാം, അത് പൂർത്തിയാക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പലർക്കും ഒരു ലക്ഷ്യമുള്ളതായിട്ട് തന്നെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മറ്റൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ വേറൊരു കളറിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വശത്ത് നിങ്ങൾ മാനസികമായിട്ടുള്ളൊരു തകർച്ചയിൽ നിന്ന് കയറി വരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും മറുവശത്ത് നിങ്ങൾക്ക് കുറച്ച് പ്ലാനുകളുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പുതിയ കാഴ്ചപ്പാടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പുതിയൊരു ജോലിയിലേക്ക് കടന്നിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു വഴിയെ നിങ്ങൾ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, അവർ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ചേഞ്ച് ഒന്നും ഒരുപാട് ബാധിച്ചിട്ടില്ല. അവർ മറ്റൊരു ലൈഫിലേക്ക് പോയിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരവരുടേതായ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് ഫ്രണ്ട്സ് വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അവർ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നത് പോലെയോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് വലിയ താല്പര്യമില്ലാത്തതുപോലെ നിങ്ങൾക്ക് തന്നെ ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് അത്തരത്തിൽ തന്നെയാണ്. അവർ ആ ഒരു റിലേഷൻഷിപ്പിന് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ ഇതിലേക്ക് വരാനായിട്ടും ശ്രമിക്കുന്നില്ല. അവർ അവരുടേതായിട്ടുള്ള ഒരു എനർജി അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു നമ്മളെന്താ പറയുക, നമ്മളുടെ വഴി നോക്കി നടക്കുക എന്ന് പറയില്ലേ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണോ അത് ചെയ്യുക എന്നുള്ള രീതിയിൽ വളരെ ഇമോഷൻലെസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരത്രത്തോളം ഒരു പാഷനേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ കെയറിങ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും അവരവരുടെ മാത്രം കാര്യം നോക്കി കുറച്ച് ഈഗോയുള്ള ഒരു തരം വ്യക്തികളായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പയൽ ചൂസ് ചെയ്തിട്ടുള്ള ഭൂരിഭാഗം വ്യക്തികൾക്കും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒരു കോൺടാക്റ്റോ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ബ്ലോക്ക് ആണെങ്കിൽ ഹായ് പോലും അത് മാറ്റി കിട്ടാനുള്ളൊരു സാധ്യതയില്ല. കാരണം അവരുടെ ലൈഫ് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർന്നു പോയതിലോ ഒരു റിഗ്രറ്റോ ഒന്നും ഈ ഒരു പേഴ്സണില്ല. അവരവരുടെ ലൈഫിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ വേണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നത്, തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു നിങ്ങൾ തമ്മിൽ നല്ല അന്തരമുണ്ട്, രണ്ടും രണ്ട് തട്ടിലാണ് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവരെക്കാൾ മുന്നേറി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റസ് മാറി എന്ന് കാണുമ്പോൾ മാത്രമേ ഇവർ നിങ്ങളിലേക്ക് ഒരു കോൺടാക്റ്റും കൊണ്ട് വരുള്ളൂ. അതും അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതും അവിടെയും നിങ്ങളെ ഇമ്പോർട്ടൻസിൽ അവർ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് പറ്റിയ പാർട്ട്ണർ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് എനിക്ക് ഇവരോടൊപ്പം കൂടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ള തോന്നലിൽ തന്നെയാണ് അവർ തിരിച്ചു വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പയൽ ചൂസ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഒരു പാർട്ട്ണർ അവരുടെ കൂടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു ഓൺ ആൻഡ് ഓഫ് എനർജി ആയിട്ടായിരിക്കും അവരുണ്ടാവുക. അവർക്ക് ആവശ്യം എന്ന് തോന്നുമ്പോൾ നിങ്ങളിലേക്ക് വരാനും അവർക്ക് വേണ്ടാത്തപ്പോൾ യാതൊരു കുറ്റബോധവും ഇല്ലാതെ അത് ഡ്രോപ്പ് ചെയ്തിട്ട് പോകാനും മടിയില്ലാത്ത തരത്തിലുള്ള ഒരു പേഴ്സൺസിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർ കൂടെ ഉണ്ടാവുമെങ്കിലും അതൊരിക്കലും ഒരു സാറ്റിസ്ഫൈഡ് ലൈഫാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇവരുടെ ആ ഒരു ഉദ്ദേശം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ജെനുവിൻ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തി നമ്മളുടെ ലൈഫിൽ കൂടെ ഉള്ളതിനേക്കാളും നല്ലത് കൂടെ ഇല്ലാതിരിക്കുന്നത് മാത്രമാണ്. കാരണം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു വ്യക്തികൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഡൗൺ ആയി പോകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയുന്നില്ല. നമ്മളുടെ സന്തോഷങ്ങൾ ഇവർക്ക് വേണ്ടി മാറ്റി വെക്കുന്നു. കാരണം നമുക്ക് ഇവരോടുള്ള ഇഷ്ടം കാരണം അവരെന്ത് പറഞ്ഞാലും അനുസരിക്കേണ്ടി വരിക, അല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മളിൽ നിന്ന് വിട്ടു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോവുക. ഇതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഇവർ വരും, തീർച്ചയായിട്ടും ഇവർ കംപ്ലീറ്റ്ലി ഇട്ടിട്ട് പോവില്ല, പക്ഷെ അവർക്ക് തോന്നുമ്പോൾ വരും,
അല്ലാന്നുണ്ടെങ്കിൽ തോന്നുമ്പോൾ പോവും എന്നുള്ള ഒരു തരത്തിലുള്ള എനർജിയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ വേണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. അപ്പോൾ നിങ്ങളിൽ ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവരിൽ എത്ര പേർക്ക് ഇതുപോലെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണോ എന്നുള്ളത് അറിയിക്കുക. നിങ്ങൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ 2 പയൽ ചൂസ് ചെയ്യാൻ പറയുന്നതിൽ സെലക്ട് ചെയ്ത പയൽ ഈ ഒരു പയൽ തന്നെയാണ്, നിങ്ങളുടെ സിറ്റുവേഷനും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കമൻസിൽ പറയാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവർക്കുള്ള റീഡിങ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പയലായിട്ടുള്ള ട്രസ്റ്റ് എന്ന കാർഡ് ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്. അപ്പോൾ ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി എന്താണോ, ഓരോരുത്തരും വിശ്വസിക്കുന്നത് ഓരോ ശക്തികളെ ആവാം. ചിലവർ യൂണിവേഴ്സിനെ തന്നെ വിശ്വസിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സിനെ വിശ്വസിക്കുന്നുണ്ടാവാം, ഡിവൈനെ വിശ്വസിക്കുന്നുണ്ടാവാം. അപ്പം നമ്മൾ ഏത് പേരിട്ട് വിളിച്ചാലും ഒരു പ്രപഞ്ച ശക്തിയുണ്ട്. അപ്പം നിങ്ങൾ അതിനെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് കാരണമായിട്ട് പറയാൻ സാധിക്കുന്നത്, നിങ്ങളിൽ ചിലർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നൊന്ന് എണീറ്റ് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരോ കൈപിടിച്ചുയർത്തുന്നതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ത് പേരിട്ട് വിളിച്ചാലും അതിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് പലപ്പോഴും ഫീൽ ചെയ്തിട്ടും ഉണ്ടാവാം. എല്ലാവർക്കും അത് ഫീൽ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ പലരും വിചാരിക്കുന്നത് എനിക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ കൂടുതൽ നന്മകളൊന്നും ഈശ്വരൻ തന്നിട്ടില്ലല്ലോ എന്നായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരുപാട് അപകടങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ടിയിരുന്ന ഒരുപാട് വിപത്തുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം, നമ്മൾ ആ ഒരു യൂണിവേഴ്സിനെ വിശ്വസിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഇനി നമുക്ക് മറ്റുള്ള കാർഡ്സിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഉണ്ടായിട്ടുള്ള ഒരു തകർച്ച, അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് 2 വഴിയിലാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. അത്രത്തോളം സ്നേഹത്തോടെ പോയിരുന്ന 2 വ്യക്തികൾക്കിടയിൽ തീർച്ചയായിട്ടും മൂന്നാമതായി കയറി വന്നിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൻ്റെ പതനത്തിന് കാരണം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മണി പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഓറിയൻറ്റഡ് ഇഷ്യൂസോ, അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും ആവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകുന്നതിനായിട്ട് ഒരുപാട് ഫ്രസ്ട്രേഷൻ അനുഭവിച്ചതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കുറേയധികം ആളുകളോട് നിങ്ങൾക്ക് മുഷിഞ്ഞ് സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടെ ലൈഫിലുള്ള ആകെയുള്ള ഒരു എയിം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റെന്തിനേക്കാളും പ്രാധാന്യം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് തകരാനായിട്ട് നിങ്ങൾ അനുവദിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അതിനായിട്ട് നിങ്ങളുടെ ഒരു 100% എനർജി നിങ്ങൾ ഇതിനകത്ത് ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് അകന്നു പോയതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ കൂടുതൽ സ്പിരിച്വലി കണക്റ്റഡ് ആക്കിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഒറ്റപ്പെടലുകൾ തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കാം ഇത്. ചിലപ്പോൾ ഒരുപാട് ഫ്രണ്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ള വീട്ടിലെ വ്യക്തിയാണോ നിങ്ങളെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ബ്രേക്ക് ഡൗൺ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ വന്ന ടൈമിൽ നിങ്ങൾക്ക് ആരുമില്ലാത്തതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു സോളിറ്റ്യൂഡിലായിരിക്കാം നിങ്ങൾ ചിലവഴിച്ച് പോന്നിട്ടുണ്ടാവുക. ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 2 വ്യക്തികൾക്കും സ്നേഹമുണ്ട്. നിങ്ങൾ 2 പേർക്കും ആ ഒരു പരസ്പര സ്നേഹവും വിശ്വാസവും ഉള്ള വ്യക്തികൾ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ 2 പേരും ഒരുമിച്ചൊരു ജീവിതം ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുള്ള വ്യക്തികളാവാം, അല്ലാന്നുണ്ടെങ്കിൽ മാരേജ് ചെയ്യാനായിട്ടിരുന്ന വ്യക്തികളാവാം, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികളാവാം. അപ്പോൾ അത്രത്തോളം ഒരു അടുപ്പം ഇതിനകത്ത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവരിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഫിസിക്കൽ പ്രസൻസിന് സാധ്യമാവുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനിടയിൽ വന്നിട്ടുള്ള വ്യക്തികൾ കൊണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സില്ലാ മനസ്സോടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ദൂരത്ത് തന്നെയാണ്. പക്ഷേ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിപ്പോഴും ഒരു ഷോക്കിംഗ് മെമ്മറി എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അത്രത്തോളം നിങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിലായി പോകുമെന്നുള്ളത്. നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിലപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് പ്രവൃത്തിയിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഹൗസ് ജോബ് മാത്രം ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും. ചിലപ്പോൾ ഈച്ച് ആൻഡ് എവരിത്തിങ് എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ നിങ്ങളൊരു നല്ല പാട്ട് കേൾക്കുമ്പോൾ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ നടന്നിട്ട് എത്ര നാളായിട്ടുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും
ഇപ്പോഴും ആ പണ്ട് എങ്ങനെയാണോ അതേ അവസ്ഥയിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരിക്കലും ആ ഒരു മെമ്മറിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചിലർക്കെങ്കിലും നിങ്ങളുടെ ഒരു സെപ്പറേഷൻ നടന്നിട്ട് കുറച്ചധികം കാലമായിട്ടുണ്ടാവാം, എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ള സ്നേഹം ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ അവരെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടോ അതിനേക്കാൾ കൂടിയിട്ടേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും ഇത് കുറഞ്ഞു പോയിട്ടില്ല, അല്ലെങ്കിൽ കുറഞ്ഞു പോകാനായിട്ട് നിങ്ങൾ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കാത്തിരിപ്പിനെ കുറിച്ച് അറിയുമ്പോൾ, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ പറയുന്നുണ്ടാവാം നിങ്ങൾ ചെയ്യുന്നത് മണ്ടത്തരമാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നിങ്ങളുടെ ലൈഫ് പാഴാക്കരുത് എന്നല്ല നിങ്ങൾക്കൊരു അഡ്വൈസ് എല്ലാം കിട്ടുന്നുണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളത് ഓവർകം ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പയൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ ലൈഫിൽ അവരുടെ പേഴ്സൺസ് തിരികെ വന്നിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് ഒരു റീയൂണിയൻ ചെയ്ത് വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണറിനും, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെയുള്ള എനർജീസാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സങ്കടമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിസ്സിങ് ഫീലിങ്ങോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണും അത്തരത്തിലുള്ളൊരു ഫീലിങ്സ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇവിടെ അപ്പോൾ നിങ്ങളെ തമ്മിൽ അകറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബ്രേക്കപ്പിന് കാരണമായിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാജിക് ആവാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും അതിന് നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സത്യസന്ധത, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും പരസ്പരമായിട്ടുള്ള ആ ഒരു ഇഷ്ടം, അതിന് നിങ്ങൾക്കിവിടെ ഒരു നീതി ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ളൊരു ജസ്റ്റിസ് തരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ കൊണ്ടാവാം ഈ ഒരു സെപ്പറേഷൻ വന്നു ചേർന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് അനുഭവിക്കണം എന്നുള്ളത് മുൻകൂട്ടി വിധിക്കപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ തമ്മിൽ അകന്നു പോയിട്ട് രണ്ടുപേരും ഈ ഒരു വേദന ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അനുഭവിച്ച് തീർക്കുക എന്നുള്ളത് നിയോഗിക്കപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങളിൽ ഓരോരുത്തർക്കും ആ ഒരു സൈക്കിൾ ഡിഫറൻ്റ് ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ നിങ്ങൾ അനുഭവിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കാലാവധി ഒരേപോലെ ആയിരിക്കില്ല, അനുഭവിക്കേണ്ടുന്ന രീതി ഒരുപോലെ ആയിരിക്കില്ല, ഇടയിൽ വരുന്ന വ്യക്തികളും ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കർമ്മ അനുസരിച്ച് ആ ഒരു പേഴ്സണുമായിട്ട് അകന്ന് നിൽക്കാനുള്ള സമയം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ എല്ലാം പലർക്കും പല രീതിയിൽ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഇവിടുത്തെ ഒരു പയൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു സ്പ്രെഡ് വെച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു നീതി ലഭിക്കും, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ലാസ്റ്റായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു സൺ കാർഡ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെയുള്ളൊരു പ്രകാശം നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ്. നിങ്ങളുടെ ഒറ്റപ്പെടൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹനശക്തി, നിങ്ങളുടെ മനോവേദന, ഇതിനെല്ലാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും ഇതുപോലെയുള്ള കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ സഫറിങ്സിന് ഒരു ഉത്തരം ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ളൊരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്ന് പറയുന്നത് മാത്രമല്ല, തീർച്ചയായിട്ടും അവരൊരുമിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ലൈഫ് ലോങ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അല്ലാതെ ജസ്റ്റ് ഒരു കമ്മിറ്റ്മെൻറ്റ് മാത്രം തന്നിട്ട് നിങ്ങൾക്ക് പോവുക എന്നുള്ള ഒരു എനർജി അല്ല. അവർ നിങ്ങളുടെ കൂടെ നിലനിൽക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുമിച്ച് നിലനിന്ന് പോവേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫയൽ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണോ നടന്നിട്ടുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെ ഒരു എനർജി ഇത്തരത്തിലുള്ളതാണോ എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ളൊരു വ്യക്തികളിൽ നിന്ന് ആ ഒരു ഷാർപ്പായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളതും അറിയിക്കുക. അപ്പോൾ ഇതാണ് സെക്കൻഡ് പയൽ ചൂസ് ചെയ്തവർക്കുള്ള റീഡിംഗ്.